ഹലോ, ലാറവൽ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 വീക്കായി. ഫസ്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. സോ വെബ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോഴ്സാണ് കംപ്ലീറ്റ്ലി ഈ ചാനൽ ത്രൂ നമ്മൾ എയിം ചെയ്യുന്നത്. അതായത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, അതുപോലുള്ള PHP, MySQL ഈ ലാംഗ്വേജസ് ഒക്കെ ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും വരിക. സോ അതിന് പുറമെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ഫ്രെയിം വർക്ക്സ്, പാക്കേജസ്, അതുപോലെ ടൂൾസ്, ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഡിപ്ലോയ്മെൻറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ലാറവൽ എന്ന് പറയുന്ന PHP ഫ്രെയിം വർക്കിനെ പറ്റി നമ്മളൊരു സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നുള്ളത്. അതിൽ കംപ്ലീറ്റ്ലി വരുന്നത് ഒരു ബിഗിനർ ലെവലിൽ PHP ആൻഡ് HTML ലാംഗ്വേജസ് അറിയാവുന്ന ഒരാൾക്ക്, അതായത് MySQL, PHP, HTML, പിന്നെ സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് CSS ആൻഡ് ഓൾസോ ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിന് വേണ്ടിയിട്ട് ഇത്രയും അറിയുന്ന ഒരാൾക്ക് ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എങ്ങനെയാണ്, അത് കംപ്ലീറ്റ്ലി ബിഗിനർ ലെവലിൽ നിന്നും ഒരു എക്സ്പെർട്ട് ലെവലിലേക്കുള്ള എല്ലാ ഫീച്ചേഴ്സും ലാറവലിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പറയുന്ന 100% ടോപ്പിക്സും കവർ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. സോ അതിനുവേണ്ടി മാക്സിമം ട്രൈ ചെയ്യും. ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ഫീച്ചേഴ്സും, ഓരോ ലാറവലിൻ്റെ ഓരോരോ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിലെങ്ങനെയാണ് വർക്കാകുന്നത്, അതിൻ്റെ ലൈവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ സ്വന്തം ലാപ്പിൽ ചെയ്തിട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് അത് വർക്കാകുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും, എങ്ങനെയാണത് നമുക്ക് റിയൽ ടൈം ഒരു പ്രൊജക്റ്റിൽ ആവശ്യമായിട്ട് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും നോക്കുന്നത്. സോ നമ്മൾ ലാറവലിൻ്റെ സീരീസ് ഒന്നാമത്തെ പാർട്ടിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻസ്റ്റലേഷനാണ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് എന്ന് പറയുന്നത്, എന്താണ് ലാറവലും അങ്ങനത്തെ കാര്യങ്ങളുമാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെയാണുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആക്ച്വലി വൈ ലാറവൽ. എന്തുകൊണ്ടാണ് നമ്മൾ ലാറവൽ ചൂസ് ചെയ്യേണ്ട ഒരു കാരണം എന്നുള്ളത്. സോ ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും മോസ്റ്റ് യൂസ്ഡ് വെബ് ഫ്രെയിം വർക്കാണ് ലാറവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് PHP ലാംഗ്വേജ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഡേ ബൈ ഡേ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതായത് ഇപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം കോഴിക്കോടാണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും എവിടെയാണെങ്കിലും ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ, ഒരു വെബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ലാറവൽ എന്ന് പറയുന്നത്. അത് റിസോഴ്സ് ലെവലിലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെക്യൂരിറ്റി ലെവലിലാണെന്നുണ്ടെങ്കിലും അത് ക്ലയൻസിന് എത്രത്തോളം ഹാപ്പി കൊടുക്കാൻ പറ്റുന്നതും ഡെവലപ്മെൻറ്റ് ടൈമും കോസ്റ്റ് അങ്ങനത്തെ എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്ക് ആയതുകൊണ്ടാണ് ലാറവൽ ഇപ്പം ഞാൻ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ മോസ്റ്റ് യൂസ്ഡ് വെബ് ഫ്രെയിം വർക്ക് ഇൻ PHP എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അതുകൊണ്ട് അത് ഒരു കാരണമായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം എന്തുകൊണ്ട് ലാറവൽ ചൂസ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ടോപ്പ് റാങ്ക്ഡ് ബാക്ക് ആൻഡ് ഫ്രെയിം വർക്ക് ഇൻ ഗിറ്റ്ഹബ്, അതായത് ഗിറ്റ്ഹബിലെ റെപ്പോസിറ്ററീസിൻ്റെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ റാങ്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ബാക്ക് ആൻഡ് ഫ്രെയിം വർക്കാണ് ലാറവൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ റൂബി ഓൺ റെയിൽസ് ആൻഡ് ഡിജാങ്കോ അങ്ങനത്തെ എല്ലാത്ത ലാംഗ്വേജസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, എക്സ്പ്രസ് അങ്ങനത്തെ എല്ലാത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പം ആസ് ഓഫ് നൗ ടുഡേ 68K സ്റ്റാർ റേറ്റിംഗോടെ ഗിറ്റ്ഹബിൽ മുന്നിട്ടിൽ നിൽക്കുകയാണ് ഈ ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഡെവലപ്പേഴ്സിനും അത് ഹെൽപ്ഫുൾ ആയതുകൊണ്ടാണ് അത് നമുക്ക് ആ ഒരു റേറ്റിംഗ് നമുക്ക് കിട്ടുന്നത്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ലാറവൽ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കൊണ്ട്. ദെൻ ഹ്യൂജ് നെറ്റ്വർക്ക് ഓഫ് സപ്പോർട്ടേഴ്സ്, അതായത് ലാറവൽ തന്നെ അവരുടേതായിട്ടുള്ള കുറേ വെബ്സൈറ്റ്സ്, അതുപോലെ അവരുടെ കമ്മ്യൂണിറ്റീസ് എല്ലാം അവർ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ആൻ എക്സാമ്പിൾ ലാറാകാസ്റ്റ്, അതുപോലെയുള്ള ലാറവലിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാനും അതിനുള്ള എല്ലാ സപ്പോർട്ടേഴ്സും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുപോലെ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഏതൊരു വെബ് ഡെവലപ്പറും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാക്ക് ഓവർഫ്ലോയിൽ ലാറവലിൻ്റെ ടാഗിൽ മാത്രമായിട്ട് കഴിഞ്ഞ ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ കൂടുതലാണെന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലോഗിൽ
പുസ്തകത്തിൽ ഞാൻ അവിടെ വായിച്ചതാണ്. സോ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ആക്ച്വലി എന്തുകൊണ്ട് ലാറവൽ എന്നുള്ളത്. ദെൻ ലേറ്റസ്റ്റ് ടെക്നോളജീസ് വെച്ച് ഇയർലി ലാറവൽ എന്തായാലും ഒരു റിലീസ് എന്തായാലും നമുക്ക് തരുന്നതായിരിക്കും. അതായത് LTS വേർഷൻ ആവും അല്ലെങ്കിൽ നോർമൽ റിലീസ് ആയിരിക്കും. പക്ഷേ അത് എന്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് PHP വേർഷൻസ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനും അതിൻ്റെ ഡിപ്രിക്കേഷൻ എന്തെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് അത് ലാറവൽ അതൊരു റിലീസാക്കി മാറ്റി അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട്, അതായത് ടെക്നോളജി വൈസിൽ ലേറ്റസ്റ്റ് ചേഞ്ചസും കാര്യങ്ങളും ടെക്നോളജി എന്താണെന്നുള്ളതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫ്രെയിം വർക്കാണ്. ദെൻ അതുപോലെ ഈസി ആയിട്ട് ഏതൊരു ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആളെ, സിമ്പിളായിട്ട് പറയുകയാണ്, ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആൾക്കും അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കയറി കഴിഞ്ഞാൽ സാധാരണ മറ്റു ഫ്രെയിം വർക്ക്സ് പോലെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ലാറവൽ ഉണ്ടാവില്ല. നമുക്ക് ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. സിമ്പിളായിട്ടാണ് അവർ കോഡും അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് ഇതാണ് ഇത്രയും ഒരു 6 പോയിന്റ്സ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്തുകൊണ്ട് ലാറവൽ നമുക്ക് ചൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇത്. ഓക്കെ, സോ നെക്സ്റ്റ് ലാറവലിൻ്റെ ക്രിയേറ്റർ എന്ന് പറയുന്ന ലാറവലിൻ്റെ ആളെ പേരാണ് ഈ ഇരിക്കുന്ന ആള് ടെയ്ലർ ഓട്ട്വെൽ എന്ന് പറയുന്നത്. ഫ്രം USA ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയാൻ പാടില്ല. അവർ ഒരു കൂട്ടം ഡെവലപ്പേഴ്സ് എല്ലാവരും കൂടിയിട്ടാണ് ലാറവൽ ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് കംപ്ലീറ്റ്ലി അറിയാം. അതായത് ലാറവൽ ക്രിയേറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെവലപ്പേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ പുതിയൊരു ഫ്രെയിം വർക്ക് ഇറക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് അന്ന് വരെ ഉണ്ടായിരുന്ന മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ഫ്രെയിം വർക്ക്സിലെല്ലാം കമ്പയർ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് എന്തൊക്കെ അഡ്വാൻറ്റേജസോടെ കൂടി നമുക്ക് പുതിയ ഒരു ഫ്രെയിം വർക്ക് റിലീസ് ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിൽ തുടങ്ങിയ ഒരു ഫ്രെയിം വർക്കാണ് ലാറവൽ എന്ന് പറയുന്നത്. അതിൻ്റെ ക്രിയേറ്ററാണ് ടെയ്ലർ ഓട്ട്വെൽ എന്ന് പറയുന്ന ആളും. ഓക്കെ, സോ ലാറവലിൻ്റെ റിലീസ് ഹിസ്റ്ററിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഇനീഷ്യൽ റിലീസ് ജൂൺ 2011 നടക്കുന്നത്, 10 വർഷം മുന്നേ. സോ ആ 10 വർഷം മുന്നേ ജൂൺ 2011 ലാറവൽ അങ്ങനെ പോപ്പുലർ ആയിട്ടില്ല. അതിലെ പോപ്പുലർ വേർഷനായിട്ട് വന്നിരിക്കുന്ന വേർഷൻ 4.2 എന്ന് പറയുന്നുണ്ട്. വേർഷൻ 4.2 റിലീസ് ആകുന്നത് 2013 സംതിങ് മാർച്ച് ഓർ ഏപ്രിൽ ആ സമയത്തോളമാണ്, കറക്റ്റായിട്ട് ഓർമ്മയില്ല. സോ ആ വേർഷൻ മുതൽ ആണ് ലാറവൽ ഒരു പോപ്പുലറായി മാറുന്നത്. ആഫ്റ്റർ 2 to 3 ഇയേഴ്സിന് ശേഷം 2011 റിലീസായതിനു ശേഷം 2013-14 ഒരു വർഷത്തിലാണ് ലാറവൽ എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് പോപ്പുലറായിട്ട് ഈ ഡെവലപ്പേഴ്സിൻ്റെ ന്യൂസിലേക്കും അങ്ങനത്തെ എല്ലാ ബ്ലോഗിലേക്കും അങ്ങനത്തേക്ക് എല്ലാം എത്തുന്നത്. സോ അതിനുശേഷം 4.2 ശേഷം വേർഷൻ 5 വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പോലെ ഇയർലി 5, ദെൻ അതിനുശേഷം 6 വന്നു, 6 ദെൻ 7, 8, 9 വേർഷൻ കഴിഞ്ഞ ഫെബ്രുവരി 8 2022 കഴിഞ്ഞ മാസം, ഈ മാസം തന്നെ 8 വേർഷൻ 9 റിലീസ് ആയിട്ടുണ്ട്. സോ ഇത്രയാണ് ലാറവലിൻ്റെ വേർഷൻ ഹിസ്റ്ററി. ഈ ഓരോ വേർഷനിലും അതിൻ്റെതായ ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വരുത്തിയിട്ടാണ് ലാറവൽ മോഡി പിടിപ്പിച്ചുകൊണ്ടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ലാറവൽ ഓരോ വേർഷനും റിലീസും അതിൻ്റെതായ അപ്ഗ്രേഡ് ചെയ്യുന്നതും ഒരു വേർഷനിൽ നിന്നും പഴയ വേർഷനിൽ നിന്നും എങ്ങനെ പുതിയ വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതും എല്ലാ ഡോക്യുമെൻറ്റേഷനിൽ കറക്റ്റായിട്ട് പറഞ്ഞ് അതിനു വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും അവർ തന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനും എല്ലാ സൗകര്യവും അവർ ചെയ്തു തരുന്നുണ്ട്. സോ ഇത്രയാണ് റിലീസ് ഹിസ്റ്ററി ആയിട്ട് വരുന്നത്. സോ ഇതാണ് ലാറവലിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് വരുന്നതും. സോ ഇതിന് ശേഷം നമുക്ക് ഇനി നാളെ എങ്ങനെയാണ് ലാറവൽ ഒരു ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും നോക്കി അത് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് കറക്റ്റായിട്ട് സെറ്റപ്പ് ചെയ്ത് നെക്സ്റ്റ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ ഒരു കാര്യം കൂടി വിട്ടുപോയി. കീ ഫീച്ചേഴ്സ് ഓഫ് ലാറവലിൻ്റെ കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ടെംപ്ലേറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന ഒരിതുണ്ട്. അതായത് നമ്മൾ സാധാരണ HTML കാര്യങ്ങൾ കോർ PHPയിലാണെങ്കിലും കോർഡിനേറ്റർ അങ്ങനത്തെ ഫ്രെയിം വർക്ക്സിലൊക്കെ ആണെങ്കിൽ ടെംപ്ലേറ്റ് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക് HTMLും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പക്ഷേ ഈ ലാറവലിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഒരു ബ്ലേഡ് ടെംപ്ലേറ്റ് എഞ്ചിൻ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഫ്രെയിം വർക്ക്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ റൂബിക്കാണെന്നുണ്ടെങ്കിൽ അവരുടേതായ ടെംപ്ലേറ്റ് എഞ്ചിൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് ഫോളോ ചെയ്യുന്നത് ഒരു ടെംപ്ലേറ്റ് സിസ്റ്റമാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട്
ക്ലാസ് തുടങ്ങുന്ന സമയത്ത് സീരീസിൽ നെക്സ്റ്റ് സെഷൻസിലായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ MVC ആർക്കിടെക്ചർ, അതായത് സാധാരണ എല്ലാ ഫ്രെയിം വർക്ക്സും ലോഡ് ചെയ്യുന്ന പോലെ തന്നെ MVC ആയിട്ട് മോഡൽ വ്യൂ കൺട്രോളർ എന്ന് പറയുന്ന ആർക്കിടെക്ചറിലാണ് ലാറവൽ മുന്നോട്ട് പോകുന്നത്, ചെയ്ത് വർക്കാവുന്നതും. അതുപോലെ അടുത്ത് എലക്വൻ്റ് ORM എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ആണ്. സോ ഡാറ്റാബേസിൻ്റെ ഓപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന എലക്വൻ്റ് ORM എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഫങ്ഷണൽ ലെവലിലുള്ള ഒരു മെത്തേഡ് ലാറവലിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ആണ് മെയിൻലി ഇതിൻ്റെ അകത്ത് ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക്. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ആർട്ടിസൺ കമാൻഡ്സ് എന്ന് പറയുന്നത്. കമാൻഡ് ത്രൂ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെ വൈഡ് റേഞ്ചിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ആർട്ടിസൺ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് മുതലേ ലാറവലിൻ്റെ വേർഷനിൽ മുതലേ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോരോ വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ദെൻ ഡാറ്റാബേസ് മൈഗ്രേഷൻസ് ആൻഡ് സീഡ്, അതായത് നമുക്ക് വേർഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഫയലിൻ്റെ വേർഷൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഗിറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവും. അത് ഗിറ്റിനെ പറ്റി എല്ലാവർക്കും അറിയും തോന്നുന്നു. ഇല്ലാത്തവർ കമൻറ്റ് ചെയ്യുക ജസ്റ്റ്. അതിനനുസരിച്ച് അതിന് ഗിറ്റിന് വേണ്ടിയിട്ടുള്ള വേറൊരു ക്ലാസ് സീരീസ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗിറ്റ് എന്ന് പറയുന്ന വേർഷൻ കൺട്രോളിങ് സിസ്റ്റം ഫയലിന് വേണ്ടിയിട്ടും ഡാറ്റാബേസ് ആൻഡ് ടേബിൾസിൽ വരുന്ന ചേഞ്ചസ്, ഡാറ്റാബേസിൽ വരുന്ന ചേഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേർഷൻ കൺട്രോളാണ് ആക്ച്വലി മൈഗ്രേഷൻസ് എന്ന് പറയുന്നത്. മൈഗ്രേഷൻസ് ആൻഡ് സീഡ് എന്ന് പറയുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അൾട്ടർ ചെയ്യാനും മൈഗ്രേഷൻസ് യൂസ് ചെയ്യുന്നു. ആ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സീഡർ യൂസ് ചെയ്യുന്നു. ഇതാണ് ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടും. സോ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിൻ്റെ സെഷനിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സിമ്പിൾ റൗട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു റൗട്ടിംഗ് സിസ്റ്റമാണ് വരുന്നത്. റൗട്ടിങ്ങിൻ്റെ അകത്ത് URLനെ ഡിഫൈൻ ചെയ്യുന്നതും SEO ഫ്രണ്ട്ലി ആയിട്ട് URLസിനെ സെറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയല്ല, ഇത് മാത്രമല്ല, ഇതിന് പുറമെ വേറെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് കീ ഫീച്ചേഴ്സ് ആയിട്ട് മാത്രമായിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തതാണ്. ഇതിന് പുറമെ വേറെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. സോ ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ബിഗിനർ ലെവലിൽ ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ലാറവൽ എന്ന് പറയുന്നത് കേട്ട അറിവ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരാൾ ഇത് നേരെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു എക്സ്പെർട്ട് ലെവലിലേക്ക് നമുക്ക് ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ കൊണ്ട് എത്തിക്കാൻ പറ്റും. സോ അതാണ് നമ്മളെ എയിമും. എന്താണെന്നുള്ളത് ലാറവലിലേക്ക് കമ്മ്യൂണിറ്റി വലുതാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ എയിമായിട്ട് വരുന്നത്. സോ ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. സോ ഡെയിലി എന്തായാലും വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ടാവും. സോ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ബാക്കിയുള്ളതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ നമ്മൾ എങ്ങനെയാണ് ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്, ഒരു ലോക്കൽ മെഷീനിൽ എങ്ങനെയാണ് ലാറവൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കിയുള്ളതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, bye, thank you.